ഗൈസ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട്, ക്ഷമിച്ചേക്കണേ. ഓക്കെ, ഇന്ന് നമ്മൾ കളിക്കാൻ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിലാണ് ഗൈസ്. അപ്പോൾ മൈൻക്രാഫ്റ്റ് നമുക്കൊന്ന് സർവൈവ് ചെയ്യാം ഗൈസ്. നമുക്കിഷ്ടമായ ഗെയിം പ്ലേ പറഞ്ഞാൽ ഞാൻ അത് കളിക്കാം. പക്ഷേ ഫോണിൽ കിട്ടുന്നത് എനിക്ക് കളിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാൻ ഞാൻ കളിക്കാം ഗൈസ്. അപ്പം മെല്ലെ ഞാൻ കളിക്കാൻ ഞാൻ തീരുമാനിച്ചു ചെയ്യുന്നത്. അപ്പം സർവൈവിൽ പോയിട്ടുണ്ട്. മൈൻക്രാഫ്റ്റാണ്. അപ്പം എൻ്റെ ഇതാണ് ഓക്കെ. മിഷൻ ഈസ് സ്റ്റാർട്ട്. അപ്പം നമ്മൾ -1 നിൽക്കുന്നത്. പ്ലസിലോട്ട് പോയാൽ വില്ലേജിലോട്ട് പോകും. മൈനസ് മാറിയാൽ വില്ലേജിലോട്ട് പോകാൻ പറ്റുള്ളൂ. മാറ്റാം. കോർഡിനേറ്റേഴ്സ് എപ്പോഴും വേണം ഗേസ്. കാര്യം വില്ലേജിലോട്ട് പോകാം. വില്ലേജൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കോർഡിനേറ്റേഴ്സ് വേണം. മരം മുറിച്ച് കുറച്ച് വിട്ടാൽ ഞാൻ യാത്ര മുറിച്ചിട്ട് കിട്ടുമല്ലോ. അത് വെച്ച് കുറേ എണ്ണം ഉണ്ടാകാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആവശ്യം സ്വാദം അതേ പിക്കാച്ച് മാത്രമേ മതി. ബോട്ട് വെച്ച് ഇന്നൊരു ദിവസം കൊണ്ട് സ്റ്റോൺ പിക്കാച്ചൊക്കെ ചെയ്യണം. ഓക്കെ, അതൊരു ഐലൻഡാണ്. പക്ഷേ വെറൈറ്റി നമുക്ക് ഇപ്പോഴത്തെ മെഷീൻ എന്താണെന്ന് വെച്ചാൽ അത് നടക്കുക ചാകാരിയുമ്പോൾ ഓടെന്തിരി കണ്ടു ഷെയർ വരും തിരിച്ചായിരിക്കും. ഓക്കെ ഗൈസ്, അതായത് മൾട്ടിപ്ലെയർ ഒക്കെ ആയിട്ട് കളിക്കാറുണ്ട്. വന്നാൽ കളിക്കാൻ പറ്റില്ല. മൾട്ടിപ്ലെയർ അതിടയ്ക്ക് ഇങ്ങനെയാണ് ഗൈസ്. ക്ഷമിക്കാം. നമുക്ക് ഫോണിലാണ് കളിക്കുന്നത്. അപ്പം PC കളി എൻ്റെ PC ഇല്ല. നമുക്ക് മുന്നോട്ട് പോയി ഡ്രസ്സിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും വില്ലേജ് കണ്ടേ 10 വിട്ട് ഫുഡും കൂടെ പറഞ്ഞു. മിഷൻസൊക്കെ ആണ്. ഓക്കെ, 10 തൊട്ട് അതെടുത്തിട്ടുണ്ട്. പിന്നെ മൈൻക്രാഫ്റ്റ് പ്രോ ആണ്. ഞാൻ മൈൻക്രാഫ്റ്റ് പ്രോ പ്ലെയർ ഉണ്ട്. ഇതിനകത്ത് അറിഞ്ഞുകൂടാതെ ഹാക്കറുണ്ട്. പ്രോ ആണ്. എനിക്ക് പുതിയ വേൾഡാണ്. ഇപ്പം എൻ്റർ ചെയ്യുന്നൊരു കൊല്ലമുണ്ട്. ഷട്ടേൻ്റെ ഒക്കെ കാണും. ഇത് ക്രാഫ്റ്റിംഗ് പറഞ്ഞു. ഇത്രയും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്കുണ്ടാകും. പിന്നെ ഒരു ഡിഗ്രി ചെയ്ത് ഇരിക്കേണ്ടി വരും. ഞാൻ കഴിയുന്നത് എന്നിട്ട് വില്ലേജ് വെച്ചിട്ട് അവിടെ നല്ല സ്പോട്ട് ഉണ്ടാക്കി അവിടെ വീടുണ്ടാകും. അങ്ങനെ ഇനിയിപ്പെടുത്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ പിക്കറ്റ്സ് മാത്രം ബാക്കിയൊക്കെ ചെയ്ത് ഞാൻ ഒരുപാട് സ്റ്റോണായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നേരെ പോകുന്ന ഷീപ്പുണ്ട്. ഷീപ്പിന് ആവശ്യമില്ല. പമ്പുണ്ടല്ലോ. ആക്കട്ടെ ഓട്
ഉറക്കി പൊട്ടെ വണ്ടി ഞാൻ ജസ്റ്റ് ടയറിനാണെന്ന് വിചാരിച്ചത് കൺട്രോളിന് പറ്റത്തില്ല. ഇൻഷുറൻസ് ഒന്നും വരികയാണെങ്കിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അതാണ് ഇത് സ്റ്റിക്കുണ്ട്. എനിക്ക് ഈസി അറിയാം. ബട്ട് മോൺസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇതുപോലെ അറ്റാക്ക് ചെയ്യാനേ എനിക്കതും പണിയാണ്. ഒരു കൂടി കുറച്ച് കിട്ടി അതൊക്കെ വേണ്ടേ. രണ്ട് സ്റ്റേക്ക് ഇപ്പം എന്നെ കണ്ട് തോന്നുന്നു. പിന്നെ 3 ചോപ്പ് കോക്രോച്ചല്ല കുട്ടിഷിബിന് മുകളിലുണ്ട്. അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ കഴിയില്ലേ. കുട്ടിഷിപ്പ് പക്ഷേ ഇതിലൊക്കെ കുട്ടിഷിപ്പ് ഇത്ര ഉണ്ടോ? അത് പിക്കുണ്ട്. ഷിപ്പിനെ വെട്ടുണ്ടാക്കിയിട്ട് പെട്ടെന്ന് കിടന്ന് കാണിക്കുന്നു. ഞാൻ നോക്കാൻ കേവാണ് അടിക്കുകയാണെങ്കിൽ പിന്നെ പണിയില്ലേ. അങ്ങനെ കേവുണ്ട്. ഓക്കെ ഇതാണ് നോക്കാം കഴിച്ചു. സെൻസിറ്റീവ് കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷെ ഇത്രയും ബസ്സായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇതുവരെ ഒരു വില്ലേജ് ഉണ്ടല്ലോ. നമുക്ക് കൂടുന്നു. ഈ ആദ്യത്തെ കൂട്ടുന്നിടത്ത് തന്നെ പോകാൻ ഷാപ്പാണ്. എന്താണ് വേണ്ടത്? മഴയുണ്ട്. ഇവിടെ അതിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് പണിയാണ്. രാത്രിയാവാറായി. പിന്നെ കടക്കണം പോയി രാത്രി വരികയും ചെയ്യാൻ തീരുമാനിച്ചിട്ടാണ്. കോൾ കിട്ടുമല്ലോ. ടോർച്ചെങ്കിലുണ്ടോ? ടോർച്ച് ഉണ്ടാകുന്നത് അതാണ് ഏറ്റവും മെയിൻ. ടോർച്ച് ഉണ്ടാകുന്നതാണ് ഏറ്റവും മെയിൻ. കോള് കുക്ക് ചെയ്ത് കളയുള്ളൂ. കുക്ക് ചെയ്യുകയാണെങ്കിൽ മലങ്ങൾ ചൂട്ടെടുത്ത് കുക്ക് ചെയ്യാൻ പറ്റും. കോൾ ടോർച്ച് ഉണ്ടാക്കുക അത് കിട്ടാത്തൊരു സംഭവമാണ്. പക്ഷേ വളരെ ഇതില്ലേ കോള് കേവ് പണി ചെയ്യില്ല. അതടങ്ങും ഞാൻ കുക്ക് ചെയ്യാൻ തോന്നുന്നു. ഇടിക്കാൻ കോംപ്ലക്സ് കിട്ടിയിട്ടുണ്ട്. 5 പോകാം. ഇവിടെ ഭയങ്കര ഇഷ്ടമായി. ക്രാഫ്റ്റിംഗ് ടേബിൾ വിളിച്ച് ഒരു ഫർണീസ് നോക്കിയാൽ ഫർണീസ് നോക്കിയിട്ടുണ്ട്. ഫർണീസ് വെച്ചിട്ട് കുറച്ച് കണ്ടെത്തിട്ട് ഇത് വയ്ക്കാം. താഴോട്ട് കൊണ്ട് ക്ലീൻ ചെയ്യും.
പെട്ടെന്ന് ചെയ്യാൻ പെട്ടെന്ന് എന്ത് അറിയും അല്ലേ പോക്കെന്ന് അറിയുന്ന ഒരു കളക്ഷൻ എല്ലാം എടുത്ത് പിന്നെ ഫുഡ് പറക്കാൻ ഇറങ്ങിയതായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗ്രാമത്തിലൊരു വീടാണ് എടുത്തത്. വെള്ളത്തിലുണ്ട് ആളുണ്ട്. ഞാൻ ചുമ്മാ അതൊക്കെ ഉച്ചയ്ക്ക് അതിൻ്റെ സ്പേസ് കൂട്ടിക്കും. വീടല്ല വീടുണ്ടാക്കാൻ സ്പേസ് വെച്ചിട്ടുണ്ട്. ഇന്ന് വീടുണ്ടാക്കുന്ന എല്ലാ സാധനം പറക്കും. കുറേ വീട്ടൊക്കെ പറക്കും. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് പോകാം കടയിൽ. ഓക്കെ ഇപ്പോഴാണ് സന്ധ്യയായത്. ഇനി അത് പോകാം. എന്നിട്ട് ഇതുപോലെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അതായിട്ടുണ്ട് റീച്ചായിരുന്നു. സ്ട്രെസ് വേറെ ഇൻഡക്ഷൻ നമുക്കും ചൂടെടുക്കും. അതാണ് ഇങ്ങനത്തെ ഇനി നമുക്ക് ഇങ്ങനത്തെ ടൈപ്പാണ്. അപ്പം ഷർട്ടിൻ്റെ ക്ഷമിക്കണം ഗൈസ്. ഓക്കെ ഇനി ഇവിടെ ഫർണീസ് ഉണ്ട്. ഫർണീസ് എടുത്തിപ്പോൾ നമുക്ക് എന്താ ഡോക്ടറാണ്. ഓക്കെ എത്ര പെട്ടെന്ന് സൂപ്പർ. ഓക്കെ ഇനി നമുക്ക് ക്രാഫ്റ്റ് ഒഴിച്ചിരിക്കും. മറ്റേ സോഡ് ആക്സും പിക്കാക്സ് ഷവൽ. ഇനി നമുക്ക് അടുത്ത മെഷീൻ മരങ്ങൾ നോക്കൊണ്ട് തന്നെ ഗ്രാമങ്ങൾ അറിയാം. അതാണ് നമ്മുടെ അടുത്ത മെഷീൻ. ഓക്കെ ക്ലിയർ. നമുക്ക് വൂൾ ബാക്കിലോട്ടൊക്കാം, ഈ സ്റ്റിക്ക് ബാക്കിലോട്ടൊക്കാം. എന്നിട്ട് ഇതും കൊണ്ടുവരാം. ഷവൽ വെക്കണം. ഇപ്പം ഭയങ്കര പണിയാണ്. കുറേ ഫുഡും കിട്ടും, എല്ലാം കിട്ടും. അപ്പം രാത്രി കയ്യിൽ വരെ വെയിറ്റ് ഇട കിട്ടില്ല. അതുകൊണ്ടാണ് കുറേ ടൈം പിടിക്കും. അപ്പം ഞാൻ ചുമ്മാ നിങ്ങൾക്ക് ബോറെടുപ്പിക്കാറുണ്ട് ഒന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ വരാൻ അറിയില്ല. ഇത് ചുമ്മാ പഠിച്ചു വന്നതേ ഉണ്ട്. എടുക്കുന്നു പഠിച്ചു വന്നതേ ഉള്ളൂ. യൂട്യൂബ് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. എൻ്റെ പൊന്നെ അയ്യോ ജീവൻ പോയി. മുകളിലോട്ട് പോയപ്പോൾ സോംബി കറക്റ്റ് സമയത്തിന് തെന്നി മേവ്. എന്നിട്ട് കേവിൻ്റെ അകത്തോട്ട് ഓടാൻ പോയപ്പോൾ കേവിൻ്റെ അകത്ത് ക്രീപ്പർ. ഗമ്മിങ്കാരി കേട്ടാവുന്നത് ഏതായിരിക്കും? ക്രീപ്പർ പൊന്നോ എന്നൊക്കെ എസ്കേപ്പായി. താഴെ കയ്യേക്കത് അത് എങ്ങനെയൊക്കെയോ എസ്കേപ്പ് ചെയ്ത്. അയ്യോ ചേട്ടാ എന്തെങ്കിലും കാണാം. അതുകൊണ്ട് കുഴപ്പമൊന്നും വലിയ വിഷയമൊന്നും. ഫുള്ളും കുഴപ്പമില്ല. കുട്ടി പോകുന്ന തോന്നുന്നു. ഞാൻ കളിച്ചിട്ടുള്ള അനുഭവം പറയാം. ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന് സന്ധ്യ ഓടി വന്നപ്പോൾ എൻ്റെ വീടാണെന്ന് പറഞ്ഞ് വേറൊരു വീട്ടിൽ കയറി. അപ്പോൾ അതെൻ്റെ വീടല്ല. ഞാൻ ഫർണിച്ചർ ജനലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ വീടല്ല. അപ്പം ഞാൻ എൻ്റെ വീടോട്ട് അപ്പോൾ എൻ്റെ വീട് എൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് ദൂരമുണ്ട്, അടുത്തുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് അപ്പോൾ പക്ഷേ തൊട്ടടുത്ത് ഒരു കുട്ടി തോമ്പി നിൽപ്പുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ ഒരു വില്ലേജ് കിടപ്പുണ്ട്.
വില്ലേജിൻ്റെ വീടാവാം. ഞാൻ അതെടുത്ത് കുട്ടി നോക്കി. എനിക്കാണെങ്കിൽ പിന്നെ ഒരു ഇതുമില്ല, ഈ വീട്ടിലോ ബെഡില്ല. പിന്നെ ഞാൻ പിന്നെ വേറൊരു ഞാൻ അങ്ങനെയൊക്കെ പുറത്ത് സ്കെലറ്റൻ സോംബീസ് ഞാൻ കഷ്ടിച്ച് വേറൊരു വീട്ടിൽ കയറി വില്ലേജിനെ വേക്ക് അപ്പം ചെയ്ത് ഞാൻ പെട്ടെന്ന് കിടന്നുറങ്ങി. വല്ലാത്തൊരു അനുഭവം. പിന്നെ വീടുണ്ടാക്കാനുള്ള സ്പേസ് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സന്ധ്യ കുറച്ചും കൂടെ പുല്ല് വെട്ടി കുറച്ചും കൂടെ ബ്ലോക്സ് വെച്ചിട്ട് വീട്ടിൽ പോകാൻ വിചാരിച്ചു. അപ്പോഴല്ലേ കളി മാറിയത്. പെട്ടെന്ന് പോഴ്സ് അടിച്ചു. ഞാൻ വെള്ളത്തിലോട്ടഞ്ഞ് വിളിച്ച് ഇത് കൂടോത്രം ചെയ്തെന്നു. പെട്ടെന്ന് ഞാൻ രാത്രിയല്ലേ കിപ്പായിരിക്കും. നമുക്ക് ഈസിയായിട്ട് വേണം കറക്റ്റ് കാർവയിലെ ടെൻത്ര സമയത്ത്. ഓക്കെ നമുക്ക് ഇങ്ങോട്ട് പോകാം. എന്നിട്ട് മോട സ്കെലട്ടൻ്റെ അടുത്തോട്ടുണ്ട് പോകണം. ഞാൻ വെള്ളത്തിൽ കൂടെ നീന്താണ് അങ്ങോട്ടോടാം. അതിന് നമ്മൾ വിജയിച്ചിരിക്കുന്നു. അപ്പം ഇനി നമുക്ക് എൻ്റർമാൻ കണ്ടെങ്കിൽ പണി പാളും. എൻ്റർമാൻ കണ്ട പിന്നെ വെള്ളത്തിൽ സ്റ്റേ ചെയ്യണം. വേറെ വഴിയില്ല. എൻ്റെ പിന്നെ എത്ര 3 സേവനം കൂടെ കൈ വെച്ചേക്കാം. നോക്കാം. ഇതോടെ സ്പൈഡർ മച്ച ഇരിപ്പുണ്ട്. സംസാരിക്കുക സംസാരിക്കാൻ പോയി ഒന്നും ഇല്ല. നമുക്ക് ഇങ്ങോട്ട് പോയാൽ നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം. അതാണ് ഏറ്റവും വലിയ ഇഷ്ടം. ഇത് കളയാനില്ല. തിരിച്ചു വന്നല്ലോ. കാളില് അതിലങ്ങനെ കുഴിക്കുണ്ട്. വളരെ കണ്ടില്ലേ. ഓക്കെ സ്പൈഡർ സ്ലീപ്പർ ഇതായില്ലേ. എനിക്ക് മിക്കവാറും 1000 പോകേണ്ടി വരും. ഇത് ആർക്കാണെങ്കിൽ തീരൊന്നുമില്ല. നല്ല സ്പോട്ട്. ബോട്ട് പോയിക്കണം. ഇടയ്ക്ക് കണ്ട് നീന്തി വില്ലേജ് എവിടെയാണ്? വില്ലേജ് എവിടെയായിരിക്കും? നമുക്ക് നോക്കാം. വില്ലേജ് ഞാൻ മുമ്പ് കളിച്ചിട്ടുള്ളൂ കേട്ടോ. സെയിം സ്പോട്ട്
എൻ്റെ മുഷിൻ്റെ കളിച്ചിട്ടുണ്ട്. ഫ്രണ്ട് പറയായിരുന്നു സ്പെറ്റ മുകളിൽ കാണുന്നതാണ്. ഇനിയിപ്പോൾ കടലിലുണ്ടായ ഇവിടെ വില്ലേജിലൊക്കെ കഴിക്കാം എന്താണോ. ഓക്കെ കഴിഞ്ഞ കുറച്ച് കഴിച്ചേക്കാം. ഓക്കെ ഇനി നമുക്ക് ബോട്ട് പിടിക്കാം. കുട്ടിട്ട ഞങ്ങളുടെ വില്ലേജ് പോവാം. വെള്ളമല്ലേ കുഴപ്പമാവും. ബോട്ട് എടുത്തല്ലോ. നോക്കാം. പൈലോട്ടായി ഈ സ്റ്റേറ്റ് പോലീസ് നമുക്ക് ഏത് നോക്കണം. ഡോൾഫിനൊക്കെ ഉണ്ട്. ആ തുറന്ന ഈ ബോട്ടോടെ അകത്ത് കിടക്കും. അത്ര തെഞ്ച് ചെയ്യണം. അവനെ ഇപ്പം ഇങ്ങോട്ട് പോകണം. ഞാൻ പ്ലസോട്ട് കുറഞ്ഞു നോക്കും. ഇപ്പം എങ്ങോട്ട് പോകണം? ഞാൻ പ്ലസോട്ട് കുറേ നേരമായിട്ട് പോകുന്നത്. ഇനി എന്ത് ചെയ്യും? പൊസിഷൻ കുറച്ച് ദൂരം കൂടെ പോയേക്കാം. അടിപൊളി. പിന്നെ വിളിച്ച് ഞാൻ ക്രിയേറ്റീവ് കൊണ്ട് ഒന്നല്ലല്ലോ, ഇത് സറായ കൊണ്ടല്ലേ. പിന്നെ ഓ അത് ഇനി എന്ത് ചെയ്യും? വില്ലേജാ? ഒരു സെക്കൻഡ്, ഞാൻ താഴെ ജസ്റ്റ് പോയി നോക്കട്ടെ. ാൻഡില്ലേ സുനാമി വല്ല പോകുന്നുണ്ടോ? സുനാമി ആ പോണ്ടോ?
കുറേ നേരം ഞാൻ കടലിൽ നിൽക്കുന്നു. കാരണം വില്ലേജ് എൻട്രി ചെയ്യാനും വലിയ യാത്ര ഇപ്പം തിരികെ പോകാൻ കടലിൽ ചുമ്മാ ഇവിടം വരെ വന്നു ചത്ത അയ്യോ ക്രീപ്പ് ഇൻവെർട്ടർ ഓണാക്കി ഓണാക്കട്ടെ. ഞാൻ ക്രീപ്പ് ഇൻവെർട്ടർ വെച്ച് കളിക്കാം. ക്രീപ്പ് ഇൻവെർട്ടർ അല്ലാതെ കളിക്കാറുണ്ട്. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. ക്രീപ്പ് ഇൻവെർട്ടർ എന്ന് വെച്ചാൽ നമുക്ക് പല നമ്മൾ സാധാരണ നമ്മുടെ ഐറ്റംസ് തറയിൽ വീട്ടിൽ, പക്ഷേ ഈ ക്രീപ്പ് ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ നമ്മുടെ ഐറ്റംസ് ഒന്നും തറയിൽ വീഴാം. ഹെഡ്സെറ്റ് ഗെയിമിങ്ങാണ്. ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയോടെ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്. നാളെ ഇതേ ടൈമിൽ ആയിരിക്കും, അല്ലെങ്കിൽ രാത്രി ആവാനായിരിക്കും വഴി ഈ വീഡിയോ വരെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.